ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 25. ഇന്ന് രാവിലെ എൻ്റെ പിതാവ് കേക്ക് മുറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ പ്രക്ഷേപണം ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ജയദീപേ, ഞാൻ ജോയ് സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. ജോയ് സാറിനെ ഒന്ന് കാണാൻ വന്നോട്ടെ, ജയദീപിനെ ഒന്ന് കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. ഇദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടുമാണ്, ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. എൻ്റെ ചേച്ചിയുടെ കൂടെ 80കളിൽ കടനാട് സ്കൂളിൽ പഠിച്ചയാളാണ്. അങ്ങനെ ഇദ്ദേഹം ഇവിടെ എത്തി. ഇദ്ദേഹമാണ് ബേബി മൈക്കിൾ ചീങ്കല്ലേൽ മാനത്തൂർ. ഇദ്ദേഹം അധ്യാപകനാണ്. ഒരുപാട് സ്കൂളുകളിൽ ഇദ്ദേഹം പഠിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ഇദ്ദേഹം പ്രവിത്താനത്ത് സെൻറ്റ് മൈക്കിൾ സ്കൂളിലാണ് പഠിപ്പിച്ചത്. 20 വർഷത്തോളം അവിടെ പഠിപ്പിച്ചു. അതിനുശേഷം മാനത്തൂർ സ്കൂളിൽ നിന്നും കഴിഞ്ഞ മാർച്ചിൽ HM ആയിട്ട് ഇദ്ദേഹം റിട്ടയർ ചെയ്തു. ഇദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാരനാണ്. ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറയുന്നത് എൻ്റെ പിതാവാണെന്നാണ് പറയുന്നത്. 80കളിൽ ഇദ്ദേഹത്തെ എൻ്റെ പിതാവ് ഗ്രാമർ പഠിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്നും പുള്ളിക്ക് ഉയർച്ചയാണ് ഉണ്ടായത്. പിന്നീട് ആ പാത പിന്തുടർന്ന് ഇദ്ദേഹം BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാരനായി. പിന്നീട് ഇദ്ദേഹം B.Ed എടുത്തു. അങ്ങനെ നല്ലൊരു അധ്യാപകനായി കഴിഞ്ഞ മാർച്ചിൽ റിട്ടയർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇന്നൊന്ന് പപ്പായെ വന്ന് കാണണമെന്ന്. ഇടയ്ക്ക് വന്ന് കാണുന്നതാണ്. ഞാൻ പറഞ്ഞു പോരെ, ഇന്ന് വേറെ അപ്പോയിൻമെൻറ്റുകളൊന്നും ഇല്ല. അങ്ങനെ ഇദ്ദേഹം വന്ന് എൻ്റെ പപ്പായെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ കാര്യം ലോക ജനതകൾ അറിയട്ടെ എന്ന് പറഞ്ഞു. ശരിയല്ലേ സാറേ? സാറിനെ ഗ്രാമർ പഠിപ്പിച്ചതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ കടനാട് ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, ജോയ് സാറിൻ്റെ ക്ലാസ്സുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് സാറ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. സാർ പഠിപ്പിച്ച പല കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങളും ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്ന അത് തന്നെ ഇഫ് ക്ലോസ്, ഈ കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ച് സാർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ജോയ് സാറിനെ ഇടയ്ക്കൊന്ന് കാണുന്നത് ഒരു സന്തോഷമുള്ള ഒരു അനുഭവമാണ്. സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അതെപ്പോഴും നമുക്കുണ്ട്. സാറിൻ്റെ മോനാണ് ജയദേവുമായിട്ടുള്ള ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പാണ് എന്നെ കൂടുതൽ അടുപ്പിച്ചത്. സാറിൻ്റെ കാണുക എന്നുള്ളതിൻ്റെ ഈ ക്രിസ്മസ് ദിനത്തിൽ കാണുക എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഗുരുവിനെ സ്നേഹിക്കുന്നവർ ഉന്നത തലത്തിൽ എത്തിച്ചേരും. ഞാനും എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെയും സാറുമാരെയും, അതുപോലെ എന്നെ തബല പഠിപ്പിച്ച സാറിനെയും, അതുപോലെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആശാന്മാരെയും ഒക്കെ ഞാൻ എപ്പോഴും ഓർക്കും. കാരണം ഗുരു ഇല്ലെങ്കിൽ ശിഷ്യനില്ല. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇദ്ദേഹം നല്ലൊരു ഗാനരചയിതാവും ഗാനങ്ങൾക്ക് സംഗീതം കൊടുക്കുന്ന ഒരു കലാകാരനുമാണ്. അതാണ് ഞങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചത്. എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന കാണാൻ മേലെ കലാകാരന്മാരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ എൻ്റെയും ഈ ബേബി സാറിൻ്റെയും വക ക്രിസ്മസ് മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു.